സുഹൃത്തുക്കളെ, അമ്മമാരെ, അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊരു ശുഭയാത്ര നേരുന്നു. ഇന്ത്യയിൽ എത്ര ഭാഷകളുണ്ട്? ഏതാണ്ട് 10-18 കാണുമല്ലേ? പിന്നെ ഇംഗ്ലീഷും ഫ്രഞ്ചും ഒക്കെ വേറെ. ഇതിലേത് ഭാഷയും പഠിക്കാൻ ഒരു ഭാഷാ സഹായി വേണം. ഉദാഹരണത്തിന് 30 ദിവസം കൊണ്ട് തെലുങ്ക് പഠിക്കാം. ഇത് ഞാൻ പോലും പഠിച്ചത് 300 ദിവസം കൊണ്ടാ. അങ്ങനെ എല്ലാ ഭാഷകളും പഠിക്കാൻ എത്ര ദിവസം വേണ്ടി വരും? പേടിക്കണ്ട, ലോകത്തിലെ ഏത് ഭാഷയും അനായാസം കൈകാര്യം ചെയ്യാനുള്ള ഒരു അപൂർവ ഉപകരണമാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി ആയിരുന്നോളൂ, കാണിക്കാൻ പോവാണ്. റെഡി, 1 2 2 3. ഇതാണ് ആ ഉപകരണം. 2 രൂപ മാത്രം. 2 രൂപ പേന വാങ്ങിയേട്ടാ പ്ലീസ്. 2 രൂപയല്ലേ ഉള്ളൂ. പരീക്ഷ എഴുതാം, കണക്ക് എഴുതാം, പ്രേമലേഖനം എഴുതാം. ഇനി പബ്ലിക് പ്ലേസിൽ ആരോടും പേന ഇരക്കണ്ട. വണ്ടി വിടാൻ പോവാണ്. വാങ്ങിയേട്ടാ 2 രൂപ മാത്രം. ഞാനിപ്പോ ചേട്ടാ വണ്ടി എടുത്തല്ലേ? വെറും 2 രൂപ മാത്രം. എ ക്വാളിറ്റി പേന വെറും 2 രൂപ മാത്രം. എ ക്വാളിറ്റി. ചേട്ടാ പേന വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചെങ്കിലും ചെയ്യാമല്ലോ. ചേട്ടനെ കണ്ടാൽ അറിയാം ചേട്ടൻ ഒരു പേനയുടെ ആവശ്യമുള്ളത്. വാങ്ങിയേട്ടാ വെറും 2 രൂപ മാത്രം. എനിക്ക് എഴുതാൻ അറിയില്ലല്ലോ. എഴുതാൻ അറിയില്ലെങ്കിൽ ചേട്ടൻ ഈ പേന ഉപയോഗിച്ചാൽ മതി. ഇതെന്ത് പേന? ഇത് മഷി ഇല്ലാത്ത പേന. എഴുതാൻ അറിയാത്തവർക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് എഴുതാത്ത പേന. കമ്പനി പ്രചരണാർത്ഥം വെറും 1 രൂപയ്ക്ക്. അതും വേണ്ടേ? ഹലോ ചേട്ടാ, ഞാനൊരു പേന കച്ചവടക്കാരനാണ്. ഇന്നത്തെ കച്ചവടം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ താങ്കളെ സാധനം ക്ഷണിക്കുകയാണ്. ഒരു 2 രൂപ തന്ന് ഈ പേന വാങ്ങി കച്ചവടം ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ. ഒന്ന് പോണം മിസ്റ്റർ. ഒന്ന് യാത്ര ചെയ്യണമെങ്കിൽ നിന്നെയൊക്കെ പോലത്തെ എത്ര എണ്ണത്തിനെ സഹിക്കേണ്ടത്? അത് ജീവിക്കാൻ വേണ്ടി. മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയാണോ ജീവിക്കുന്നത്? അല്ല, കച്ചവടമാകുമ്പോ അതിന്റേതാ. താൻ മര്യാദക്ക് ഇറങ്ങി പോകുന്നോ അതാ ഞാൻ പിടിച്ചിറക്കണം? പിടിച്ചിറക്കാൻ ഞാൻ മണവാട്ടിയൊന്നും അല്ലല്ലോ. എങ്ങനെ? താൻ മണവാട്ടിയുടെ അച്ഛനും അല്ല പിടിച്ചിറക്കാൻ. കൂടുതൽ കളി വേണ്ട. ഞാൻ ആരും കോട്ടയത്ത് പോയിട്ടുണ്ട്. അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ മൂക്കേലും തൊടാമോ? തൊട്ട് നോക്ക്. തൊട്ട് നോക്ക്, അപ്പൊ കാണാം. തൊട്ടല്ലേ? തൊടുകൊടോ തൊടും. നീക്ക് ആ സൈസാ. എ ക്വാളിറ്റി പേന 2 രൂപ. എ ക്വാളിറ്റി പേന 2 രൂപ. എ ക്വാളിറ്റി പേന 2 രൂപ. താൻ ചെയ്തത് ശരിയാ. ഇവന്മാരെ കൊണ്ട് സഹിക്കാൻ പറ്റാതിരിക്കായിരുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. അതെ, തൊഴിലില്ലായ്മ. തൊഴിലില്ലായ്മയാണല്ലോ നമ്മുടെ പ്രശ്നം. അത് പറയരുത്, അവിടെയാണ് തെറ്റ്. തൊഴിലില്ലായ്മയല്ല, അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ആ പോയ ആളെ കണ്ടില്ലേ? അത് ഒന്ന് മറിക്കേ. അയാൾക്ക് യോജിക്കുന്ന 100-ലധികം സ്വയം തൊഴിലുകൾ ഇവിടെ ഉണ്ട്. നല്ല വരുമാനം ലഭിക്കുന്ന നല്ല 1-ാം തരം തൊഴിലുകൾ. അതിനയാൾ നേരെ ചെല്ലേണ്ടത് കളക്ടറുടെ ഓഫീസിലേക്കാണ്. പക്ഷേ അവിടുത്തെ ശിപായി പറയും കളക്ടർ സാറിന് ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന്. അതും കേട്ട് ചുമ്മാ തിരിച്ചു പോരരുത്. ഒരു തുണ്ട് കടലാസിൽ വെറും 2 വരി എഴുതി അകത്തേക്ക് കൊടുത്തുവിട്ട് നോക്ക്. ഉടനെ ആള് വന്ന് പറയും കളക്ടർ സാർ അകത്തേക്ക് വിളിക്കുന്നു. എന്താണ് ആ എഴുതി കൊടുക്കേണ്ടത് 2 വരി എന്ന് ചേട്ടൻ അറിയാമോ? ഇല്ല. ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. അതാണ്, അറിയില്ല. അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. അതുപോലെ തന്നെ ധാരാളം ബാങ്ക് ലോണുകൾ ഇവിടെ ആർക്കും കിട്ടണം. പക്ഷേ ഒന്ന് മാറിക്കേ. പക്ഷെ ബാങ്ക് മാനേജർ പറയും ഇവിടെ ലോൺ ഇല്ലെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തുണ്ട് കടലാസിൽ വെറും 4 വാചകം എഴുതി ലോൺ ഇല്ലെങ്കിൽ സാറേ ഇതിലൊന്ന് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞ് കൊടുത്തു നോക്ക്. ഇല്ലാത്ത ലോൺ ഉണ്ടാവും. പക്ഷെ എഴുതേണ്ട 4 വരി എന്താണെന്ന് ചേട്ടൻ അറിയാവോ? അതും അറിയില്ല. ആർക്കും അറിയില്ല. ഇല്ല. കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. തൊഴിലില്ലായ്മയല്ല, അറിവില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ആ കളക്ടറുടെ ഓഫീസിൽ എഴുതി കൊടുക്കേണ്ട 2 വാചകം എന്താണ് സാർ? സാറേ, ബാങ്കിൽ എഴുതി കൊടുക്കേണ്ട 4 വരി എന്താണ്? പറഞ്ഞുതരാം. അതുമാത്രമല്ല, അതുപോലത്തെ 1001 കാര്യങ്ങൾ, 1001 ടെക്നിക്സ്. ഇതാ ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതേപോലത്തെ 1001 ടെക്നിക്കുകൾ. ഇതിന്റെ വില 150 രൂപയാണ്. പക്ഷേ ഇത് വെറും 10 രൂപയ്ക്ക് ഞാനിവിടെ വിൽക്കുകയാണ്. മാത്രമല്ല ഇതോടൊപ്പം യുവ മഹാകവി ചന്ദ്രഹാസന്റെ അതിമനോഹരമായ കവിതാ സമാഹാരവും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. അതെ, തുച്ഛമായ വിലയ്ക്ക് മൊത്തമായ അറിവുകൾ. മാത്രമല്ല കവിതകളും ഫ്രീ. വെറും 10 രൂപ. സുഹൃത്തുക്കളെ വാങ്ങൂ, കടന്നൂരെ. ഈ ചേട്ടൻ വാങ്ങിച്ചിരിക്കുന്നു. അതോടൊപ്പം കവിതകളും ഫ്രീ. സുഹൃത്തുക്കളെ വാങ്ങൂ, വെറും 10 രൂപയ്ക്ക് അറിവുള്ളവരാകൂ. അതെ, അറിവിന്റെ കൊടുമുടി കീഴടക്കുവാൻ 1001 ടെക്നിക്കുകൾ. അതെ, വാങ്ങൂ, വായിക്കൂ. ആരും ഉണ്ടാക്കേണ്ട ആവശ്യത്തെ പുസ്തകം കൊണ്ടുവന്നു. എടാ കള്ള സുവറേ, മേലാൽ ഈ സൈസ് നമ്പരുമായിട്ട് ഈ ബസ് സ്റ്റാൻഡിൽ കണ്ടാലുണ്ടല്ലോ ഇടിച്ചതിന്റെ ടെക്നിക്കലൊക്കെ. എണ്ണം തെറ്റി. കളി എന്റെ അടുത്ത് വേണ്ട. എന്റെ കയ്യിൽ പേന മാത്രമല്ല, പേന കത്തിയുണ്ട്. കാണണോ? അയ്യോ, പേന കത്തി എനിക്ക് ആവശ്യം. കത്തി കച്ചവടത്തിനല്ല, കുത്താനാ. തനിക്കിപ്പോ എന്താണോ വേണ്ടത്? എന്താ ചേട്ടാ പ്രശ്നം? എന്താ പ്രശ്നം ഒന്നോ? രാവിലെ മുതൽ ഈ പേനയും കൊണ്ട് നടക്കാൻ തുടങ്ങിയതാ. ഒരെണ്ണം പോലും വിറ്റിട്ടില്ല. അതിന്റെ ഇടയിലാ തന്റെ ഒരു. അത്രേ ഉള്ളൂ. താങ്കൾക്ക് ഇപ്പൊ പേന മുഴുവൻ വിറ്റ് തീർക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്താ താനിത് മുഴുവൻ വാങ്ങൂ? ഏയ്, ഞാനിത് മുഴുവൻ തീർത്തരാം. ഇങ്ങനെ ഞാനും കൂടെ ജോയിൻ ചെയ്യാം. വേണ്ട വേണ്ട, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. താൻ ഇവിടെ നിന്നാ മതി. സുഹൃത്തുക്കളെ, ഇതാ ഒരു പേന. ഈ പേന ഫ്രീ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം.
പക്ഷെ ഇത് മേടിച്ചു വാങ്ങിച്ചൊന്ന് എഴുതി നോക്കൂ. ഇത് തികച്ചും ഫ്രീ ആണ്, സൗജന്യമായിട്ടൊരു പേന. കാശ് വേണ്ട, ഒറ്റ പൈസ വേണ്ട. തികച്ചും ഫ്രീ, ഒറ്റ പൈസ വേണ്ട, 100% ഫ്രീ. അതെ, വാങ്ങൂ. ഇന്ന് അച്ചേട്ടൻ വെച്ചോളൂ. അതെ, എല്ലാവർക്കും തരാം, ആരും ബഹളം ഉണ്ടാക്കരുത്. അയ്യോ, ഞാൻ പറഞ്ഞില്ല, 1 by 1 ആയിട്ട് മേടിക്കുക. ഇത് തെളിവാശാനെ. ഇത് തെളിയുമെന്ന് തെളിയിച്ചിട്ടാണ് ആശാനെ ഞാൻ ഈ തെളിഞ്ഞ മുഖവുമായി ഞെളിഞ്ഞു നടക്കുന്നത്. എന്റെ ആത്മാർത്ഥത ആരും ചോദ്യം ചെയ്യരുത്. പ്ലീസ്, ഈ പേന മേടിക്കൂ. മേടിക്കാൻ കയ്യെത്തണില്ല. പേടിക്കണ്ട, പേന തീർന്നു പോയാൽ പേന കത്തിയുണ്ട്, അതും ഫ്രീ. ഇപ്പൊ വരാൻ ചേട്ടാ, ഇപ്പൊ തീർത്തരാം കേട്ടോ. തീർത്തിട്ടെങ്കിൽ വാ, അപ്പൊ കാണാം. പിന്നെ കാണണം. കിട്ടാത്തവർ കടന്നു വരൂ. ഇനി വെറും 5 പേനകൾ മാത്രം. അതെ, അതും തീർന്നിരിക്കുന്നു. ഇരിക്കൂ. സ്നേഹിത, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണ്? പേന. വെറും പേനയല്ല, പണം കായ്ക്കുന്ന മരം, പണം ഉണ്ടാക്കി തരുന്ന മിഷ്യൻ. ഈ പേന നിങ്ങൾക്ക് ഇപ്പോൾ 167 രൂപ ഉണ്ടാക്കി തന്നിരിക്കുന്നു. എങ്ങനെയാണെന്ന് അറിയണ്ടേ? നിത്യജീവിതത്തിൽ നിരവധി വിജയങ്ങൾ സമ്മാനിക്കുന്ന 1001 കുറുക്കുവഴികൾ അടങ്ങിയ 1001 ടെക്നിക്സ്. 150 രൂപയുടെ ഈ പുസ്തകവും 30 രൂപയുടെ ഈ കവിതാ സമാഹാരവും നിങ്ങൾക്ക് വെറും 15 രൂപയ്ക്ക് ലഭിക്കുന്നു. ഇത് വാങ്ങുന്നവർക്ക് ആ പേനകളും ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അതെ, 182 രൂപയുടെ സാധനങ്ങൾ വെറും 15 രൂപയ്ക്ക്. ഈ സന്ദർഭം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തൂ. ചേട്ടാ, ഇതാ പുസ്തകം, വെറും 15 രൂപ. എനിക്ക് പുസ്തകം വേണ്ട. എന്തോ? എവിടെയാ വീട്? കാലത്ത് എത്ര മണിക്ക് എഴുന്നേക്കും? ചക്കാത്തിന് ഇട്ടപ്പോ ആർത്ത് പിടിച്ച് വാങ്ങിയല്ലോ. പതുക്കെ ഇതാ പേന. ആഹാ, എല്ലാരും ഇങ്ങോട്ട് നോക്കിയേ. വെറുതെ കിട്ടിയാൽ പാഷാണവും തിന്നും ഈ താടിച്ചേട്ടൻ. വെറുതെ കിട്ടിയാൽ പാഷാണവും തിന്നും. എന്റെ ചേട്ടോ, താനൊക്കെ വെറുതെ. ചേട്ടൻ ഇത്രയ്ക്ക് എച്ചിയാണോ ചേട്ടാ? മതി. എത്രയാ അതിന്? 15 റുപ്പീസ്. എന്നാ പിടി. ചേട്ടാ, വെറുതെ കിട്ടുന്നൊക്കെ വാങ്ങി വെച്ച് കച്ചവടം തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പറയുന്ന ഊളന്മാരും ഊച്ചാളികളുമാണ് ബസ്സിലിരിക്കുന്നവരെന്ന് ചേട്ടൻ കരുതിയോ? കണ്ടുപിടിക്കും, മറ്റുള്ളവരെ കണ്ടുപിടിക്കും. ചേട്ടാ, 15 റുപ്പീസ് കണ്ടുപിടിക്കേ. എടുക്കൂ സർ. താങ്ക് യു മാഡം. 15 റുപ്പീസ്. കോളേജിലാണല്ലേ? താങ്ക് യു. ഈ ചേട്ടൻ്റെ ഒരു പേന കാണുമല്ലോ. ഉണ്ട്. ചേട്ടാ, വെറും 15 രൂപ. അയ്യോ, വേഗം എടുക്കും, സമയം കളയല്ലേ. ആരാ അവിടെ പേനയും കൊണ്ട് പുറകിലേക്ക് മാറി കളയുന്നത്? ചേട്ടാ, പുസ്തകം വാങ്ങിയില്ല കേട്ടോ. അതെ, 15 രൂപ. ഹലോ, ഇവിടെ റൂംസ് ഉണ്ടോ? എന്താ? താമസ സൗകര്യം ഉണ്ടോന്ന്? പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ താമസ സൗകര്യമുള്ള ഹോട്ടൽ ഇതാ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഊണ് പറഞ്ഞ വൈകിട്ട് 4 കിട്ടും. ഇത്രയും താമസ സൗകര്യം വേറെ ഒരു ഹോട്ടലിലും ഇല്ല. എന്റെ പേര് പങ്കജാക്ഷൻ. എന്താ തന്റെ പേര്? ചന്ദ്രഹാസൻ. ചന്ദ്രഹാസന? എന്താ? നല്ല ബെസ്റ്റ് പേര്. തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും ബുദ്ധിശക്തിയും ഇത്രയും സ്മാർട്ട്നെസ്സും ഉള്ള ഒരു കച്ചവടക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. താങ്ക്സ്. പിന്നെ ഹോട്ടലിലൊക്കെ താമസിച്ച് എന്തിനാ കാശ് വെറുതെ കളയുന്നത്? താമസിക്കാൻ ഒരിടം ഞാൻ ഏർപ്പാടാക്കി തരാം. എങ്ങനെ? ഇവിടെ അടുത്ത നല്ല ബെസ്റ്റ് സ്ഥല. നോക്കിക്കോ, സ്വിച്ച് ഇട്ടാ ഉടനെ ഇവിടെ ലൈറ്റ് എത്തും. കണ്ട, ഇതാണ് ബെഡ്റൂം. ആഹാ, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ഫർണിഷ്ഡ്, അടുക്കളയിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കൊള്ളാലോ. കൊള്ളൂല്ലാത്ത സ്ഥലം ഞാൻ ഏർപ്പാടാക്കി തരുമോ? വാടകയൊക്കെ കുറവാണല്ലോ അല്ലേ? വളരെ ചീപ്പാ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഇങ്ങനെ ഒരു സ്ഥലം ഏർപ്പാടാക്കി തന്നതിന് വളരെ നന്ദി. അതൊന്നും അത്ര വലിയ കാര്യമില്ല. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതിന്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. പിന്നെ കൂടുതൽ കാറ്റ് വേണമെങ്കിൽ ആ ജനൽ അല്പം കൂടെ തുറന്നിട്ട്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. തുറന്നിട്ട ജാലകങ്ങൾ അടച്ചോട്ടെ. അയ്യോ, താൻ പുറത്തിറങ്ങിയില്ല. തൂവൽ കിടക്കുകൾ വിരിച്ചോട്ടെ. എന്താ? എന്താ? അല്ല, എന്താ? ഒന്നുമില്ല. എനിക്കൊന്ന് കിടക്കണം. കിടന്നോളൂ. ഗുഡ് നൈറ്റ്. അല്ല, പങ്കം പോയിക്കോളൂ. ഞാനെവിടെ പോകാൻ? പങ്കിന് വീട്ടിൽ പോണ്ടേ? ഇതാണ് എന്റെ വീട്. ഇതല്ലാതെ വേറെ എനിക്ക് വീടില്ല. അല്ല, ഇത് എനിക്ക് വാടകയ്ക്ക് തന്നു എന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ തനിക്ക് ഞാനിത് വാടകയ്ക്ക് തരുന്നതിന് മുമ്പ് വേറൊരാൾ എനിക്കിത് വാടകയ്ക്ക് തന്നുപോയി. കുഴപ്പമില്ല, താനിതിന്റെ വാടക കൊടുത്തോ, പ്രശ്നം തീർന്നില്ലേ? എന്തായാലും നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നതാണ് നല്ലത്. എന്തോന്ന്? നമ്മൾ ഒന്നിച്ച് ഇന്ന് തന്നെ നമ്മൾ ഒന്നിച്ച് ബിസിനസ് ചെയ്തില്ലേ? എന്റെ പേന താൻ വിറ്റു, നാളെയും വിറ്റോ? പകരം തന്റെ പുസ്തകം ഞാനും വിൽക്കാം. ഓഹോ, അപ്പൊ അതാണ് ഉദ്ദേശം. അതെ, ഇന്നു മുതൽ നമ്മൾ പാർട്ട്നേഴ്സ് ആണ്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. തൽക്കാലം എനിക്കിപ്പോ ഒരു പാർട്ട്ണറുടെ ആവശ്യമില്ല. ആവശ്യമുള്ളപ്പോ ഞാൻ പറയാം. അപ്പോ ഗുഡ് നൈറ്റ്. സാർ. എന്താ വിളിച്ചത്? സാറേന്ന്. സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ടെങ്കിലും എന്നെ ഒന്ന് നിർത്തിക്കൂടെ? ഈ പേന കച്ചവടം കൊണ്ടൊന്നും ഒരു രക്ഷയില്ല. സാറിന്റെ കൂടെ നിന്നാ കുറച്ച് ടെക്നിക്സ് സാറിന് എന്നെ പഠിപ്പിക്കുകയും ചെയ്യാലോ. അത് വേണേ ആലോചിക്കാം. കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഒരു കാര്യം, കിട്ടുന്ന ലാഭത്തിന്റെ പകുതി മാത്രം ഈ അസിസ്റ്റന്റ് തരാവൂ. ഏതായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് കുറച്ച് ദിവസം ഒന്ന് പയറ്റി നോക്കാം. ഓക്കെ? പക്ഷെ തന്റെ കച്ചറ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. വേഷത്തിലും നോട്ടത്തിലും ഭാവത്തിലും എല്ലാം ഒരു ചേഞ്ച് ഉണ്ടായിരിക്കണം. അതുണ്ടായിരിക്കും.